വെൽക്കം ടു ബിസിനസ് സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കോർഡിനേഷൻ ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ കാതലാണ് ഏകോപനം എന്നുള്ളത്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കോർഡിനേഷൻ. കാരണം അവർ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏകോപനം ആവശ്യമാണ്. കോർഡിനേഷൻ ഈസ് ദ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിസിമിലർ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഒരുപോലെയല്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യുന്നു ടു അറ്റെയിൻ ദി കോമൺ ഗോൾസ് ഓഫ് ബിസിനസ്സിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുപോലെയല്ലാത്ത ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളും ഓർഡർ പ്രകാരം അറേഞ്ച് ചെയ്യുന്നതിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ആൻഡ് സിങ്ക്രണൈസേഷൻ ഓഫ് ഗ്രൂപ്പ് എഫേർട്സ്. ഗ്രൂപ്പിൻ്റെ എഫേർട്ടുകൾ, പ്രയത്നങ്ങൾ, ഒരു ഏകത്വം ഉറപ്പുവരുത്തുകയാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് റിഗാർഡ് ആസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് നോട്ട് എ സെപ്പറേറ്റ് ഫങ്ഷൻ. കോർഡിനേഷൻ എന്നുള്ളത് മാനേജ്മെൻറ്റിന് കാതലായിട്ട് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, അല്ലാതെ ഒരു സെപ്പറേറ്റ് ഫങ്ഷൻ അല്ല, ധർമ്മം അല്ല. കോർഡിനേഷൻ ഈസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് ഓൾ ദി അതർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മറ്റുള്ള എല്ലാ ഫങ്ഷൻസായുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് പോലെയുള്ള എല്ലാ ഫങ്ഷൻസിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയാണ് കോർഡിനേഷൻ. ഇറ്റ് ഈസ് അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഡർലി ഗ്രൂപ്പ് എഫേർട്സ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ടു ഇൻ ദി പെർസ്യൂട്ട് ഓഫ് എ കോമൺ പർപ്പസ്. ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊരു യൂണിറ്റി ആക്ഷൻ, അതായത് അവരൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് കോർഡിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേഷൻ അവോയ്ഡ് ഓവർലാപ്പിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ജോലിയിലുള്ള ഇരട്ടിപ്പെല്ലാം തന്നെ കോർഡിനേഷനിലൂടെ ഒഴിവാകുന്നു. അതിന് കോർഡിനേഷന് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാർമണൈസസ്, സിങ്ക്രണൈസസ് ആൻഡ് യൂണിഫൈസ് ഇൻഡിവിജ്വൽ എഫേർട്സ് ഫോർ ബെറ്റർ ആക്ഷൻ ആൻഡ് ബെറ്റർമെൻറ്റ് ഓഫ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ നന്നാക്കുകയും നന്നായുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഡിവിജ്വൽ എഫേർട്ടുകളെ യൂണിഫൈ ചെയ്യുക, ഏകോപിപ്പിക്കുക, അതിനെ സഹകരണത്തോടു കൂടി കൊണ്ടുവരിക എന്നുള്ളതാണ് കോർഡിനേഷൻ എന്നുള്ള ഹെൻറി ഫയോൾ എന്ന മാനേജ്മെൻറ്റ് എക്സ്പേർട്ട് പറയുന്ന ഡെഫിനിഷൻ. നെക്സ്റ്റ്, നേച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കോർഡിനേഷൻ ഇൻറ്റിഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്ട്. കൂട്ടായിട്ട് ഗ്രൂപ്പിൻ്റെ പ്രയത്നങ്ങളെ കൂട്ടിയോജിപ്പിക്കുകയാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് നീഡഡ് വെൻ ദർ ഈസ് ഗ്രൂപ്പ് എഫേർട്ട് ഈസ് ഇൻവോൾവ്ഡ്. അതായത് കോർഡിനേഷൻ എന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടിന് ആവശ്യമായ ഒന്നാണ്. ആൻഡ് ദാറ്റ് ഗ്രൂപ്പ് എഫേർട്സ് ആർ മൂവിങ് ടുവേർഡ്സ് ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എഫേർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് എഫേർട്ടുകളെ കൂട്ടിയോജിപ്പിക്കുന്നു. നെക്സ്റ്റ്, കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. പ്രവർത്തനത്തിലുള്ള ഏകത്വം ഉറപ്പുവരുത്തുന്നു. കോർഡിനേഷൻ ആക്ട്സ് ആസ് ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിലുള്ള ഒരു ബൈൻഡ് ചെയ്ത് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് കോർഡിനേഷൻ പ്രവർത്തിക്കുന്നു. ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ആക്ഷൻ ഈസ് എയിംഡ് അറ്റ് അച്ചീവിങ് ദി ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എയിം ചെയ്യുന്നത്. ദി ഹേർട്ട് ഓഫ് കോർഡിനേഷൻ ഈസ് യൂണിറ്റി ഓഫ് എഫേർട്സ്. അതായത് കോർഡിനേഷൻ്റെ ഹേർട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രയത്നത്തിലുള്ള അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തന ഏകത്വമാണ് കോർഡിനേഷൻ. നെക്സ്റ്റ്, കോർഡിനേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. തുടർച്ചയായിട്ടുള്ളൊരു പ്രക്രിയയാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ഫങ്ഷൻ. ഒരു സമയത്തുള്ള പ്രവർത്തനം മാത്രമല്ല, ബട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇറ്റ് ബിഗിൻസ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ കൺട്രോളിങ്. മാനേജ്മെൻറ്റ് ഫങ്ഷനായിട്ടുള്ള പ്ലാനിങ്ങിൽ നിന്ന് തുടങ്ങി കൺട്രോളിങ്ങിലൂടെ തുടർന്നു പോകുന്ന ഒന്നാണ് കോർഡിനേഷൻ. നെക്സ്റ്റ്, കോർഡിനേഷൻ ഈസ് ഓൾ പെർവസീവ് ഫങ്ഷൻ. എല്ലാ മേഖലകളും സർവ്വവ്യാപിയായിട്ടുള്ളൊരു ഫങ്ഷനാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എല്ലാ ലെവൽസിലും കോർഡിനേഷൻ ആവശ്യമാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സിൻ്റെയും ഉത്തരവാദിത്തമാണ് കോർഡിനേഷൻ. കോർഡിനേഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് എവറി മാനേജർ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള ഓരോ മാനേജറുടെയും ഫങ്ഷനാണ് കോർഡിനേഷൻ. ടോപ്പ് മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് സബോർഡിനേറ്റ് വർക്ക് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്. ടോപ്പ് മാനേജ്മെൻറ്റ് സബോർഡിനേറ്റിൻ്റെ വർക്കുകൾ എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് ബോത്ത് ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജേഴ്സ്. മിഡിൽ ലെവൽ ടോപ്പ് ലെവലിൻ്റെയും
ലോവർ ലെവലിൻ്റെയും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. ലോവർ ലെവൽ മാനേജേഴ്സ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വർക്കേഴ്സ് ടു എൻഷുർ ദാറ്റ് വർക്കേഴ്സ് പ്രൊസീഡ്സ് അക്കോർഡിംഗ് ടു പ്ലാൻസ്. ലോവർ ലെവൽ മാനേജേഴ്സ് പ്ലാൻ പ്രകാരമാണോ വർക്കേഴ്സ് ജോലി ചെയ്യുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേഷൻ എല്ലാ ലെവൽസിലുള്ള മാനേജേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, കോർഡിനേഷൻ ഇസ് എ ഡെലിബറേറ്റ് ഫംഗ്ഷൻ. ഒരു സ്വമേധയാലുള്ള ധർമ്മമാണ് കോർഡിനേഷൻ. എ മാനേജർ ഹാസ് ടു കോർഡിനേറ്റ് ദി എഫേർട്സ് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ എ കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ് മാനർ. ഒരു മാനേജർ അവരുടെ വ്യത്യസ്ത ആളുകളുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ സ്വമേധയാലും അവരറിഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് അവർ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. കോർഡിനേഷൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് ഒരു കാതലായിട്ടുള്ള വശമാണ്. വിതൗട്ട് കോർഡിനേഷൻ മാനേജ്മെൻറ്റ് ഇസ് മീനിങ്ലെസ്. കോർഡിനേഷൻ ഇല്ലാതെ മാനേജ്മെൻറ്റ് പൂർണ്ണമായി അത് മീനിങ്ലെസ് ആണ്, അത് അർത്ഥവത്തല്ലാത്ത ഒന്നാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഫോർ ആൻ ഓർഗനൈസേഷൻ ടു ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ് അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് കോർഡിനേഷൻ ഈസ് റിക്വയർഡ്. ഒരു ഓർഗനൈസേഷന് വളരെ കാര്യക്ഷമതയോട് കൂടിയിട്ടും കാര്യശേഷിയോടെ എല്ലാം തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സിന് എന്താണ് കോർഡിനേഷൻ ആവശ്യമാണ്. ഓക്കെ, അതിന് പ്രധാനപ്പെട്ട കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഫസ്റ്റ്, ഗ്രോത്ത് ഇൻ സൈസ് ഓർ ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി. കാര്യക്ഷമത കൂട്ടുന്നു. ആസ് ആൻ ഓർഗനൈസേഷൻ ഗ്രോസ് ഇൻ സൈസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് ഓൾസോ ഇൻക്രീസസ്. ഒരുപാട് എംപ്ലോയീസ് സൈസ് കൂടുന്നതിനനുസരിച്ച് എംപ്ലോയീസും കൂടും. ഓൾ ഇൻഡിവിജ്വൽസ് ഡിഫർ ഇൻ ദെയർ ഹാബിറ്റ് ഓഫ് വർക്ക്. ഓരോരുത്തരും അവരുടെ വർക്കിൻ്റെ ഹാബിറ്റിൽ വ്യത്യസ്തമാണ്, ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസമാണ്. അപ്രോച്ചസ് ടു സിറ്റുവേഷൻസിന് അപ്രോച്ചസിന് വ്യത്യാസം, റിലേഷൻസ് ടു അതേഴ്സ് മറ്റുള്ളവരുമായി റിലേറ്റഡ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, സോ ഇറ്റ് ബിക്കം ക്വൈറ്റ് എസെൻഷ്യൽ ടു ഇൻറ്റഗ്രേറ്റ് ദെയർ പേഴ്സണൽ ഗോൾസ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾസ്. സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഗോൾസുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എഫിഷ്യൻസി കൂടുന്നു. നെക്സ്റ്റ്, ഫങ്ഷണൽ ഡിഫറൻസിയേഷൻ. Functional differentiation in an organization, there may be separated departments of production, finance, marketing and human resources. ഒരു സ്ഥാപനത്തിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് പോലെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സുകളുണ്ട്. ഓൾ ദീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് മേ ഹാവ് ദെയർ ഓൺ പോളിസീസ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടേതായ പോളിസീസ്, ഒബ്ജക്റ്റീവ്സ്, സ്ട്രാറ്റജീസ് എന്നിവയെല്ലാം തന്നെയുണ്ട്. സോ ദർ മേ അറൈസ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ദെർഫോർ കോർഡിനേഷൻ ഈസ് എസെൻഷ്യൽ ടു ലിങ്ക് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കോർഡിനേഷൻ്റെ ആവശ്യമാണ്. നെക്സ്റ്റ്, സ്പെഷ്യലൈസേഷൻ. Specialization in modern management business organization, there is a high degree of specialization arising out of the complexities of modern technology and diversification. Modern business organizationൽ ഉയർന്ന തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും. മോഡേൺ ടെക്നോളജി, ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാം വന്നതോടുകൂടി സ്പെഷ്യലൈസേഷനും ഉണ്ടാകുന്നു. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിലേഷൻസ്. മാനുഷിക ബന്ധങ്ങൾക്ക് പ്രധാനം കൊടുക്കുന്നു ഏത്, കോർഡിനേഷൻ. ദർ ഈസ് എ ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ ഇൻ മോഡേൺ ബിസിനസ്. സ്പെഷ്യലൈസേഷൻ അറൈസസ് കോംപ്ലക്സിറ്റീസ് ഓഫ് മോഡേൺ ടെക്നോളജീസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ടാസ്ക് നീഡഡ് ടു ബി പെർഫോംഡ്. അതായത് ഉയർന്ന രീതിയിലുള്ള സ്പെഷ്യലൈസേഷൻ എല്ലാം വന്നതോടുകൂടി മോഡേൺ ടെക്നോളജീസ് എല്ലാം ഇതിനകത്ത് വന്നതോടുകൂടിയിട്ട് എന്തായി, ദർ ഷുഡ് ബി സം മെക്കാനിസം കോർഡിനേറ്റ് ദി എഫേർട്സ് ഓഫ് വേരിയസ് സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള വ്യത്യസ്ത സ്പെഷ്യലിസ്റ്റുകളുടെ എഫേർട്ടുകൾ കോർഡിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റിയിലുള്ള ഒരു ഏകത്വം, പ്രവർത്തനത്തിലുള്ള വൈവിധ്യത്തിലുള്ള ഏകത്വം. ഇൻ മെനി ഓർഗനൈസേഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ്. ഒരുപാട് ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ദേ ഹാവ് ഡിഫറെൻറ്റ് ഐഡിയാസ്. വ്യത്യസ്ത ഐഡിയാസ്, കൾച്ചർ, വ്യൂസ് എല്ലാം തന്നെ ഉള്ളവരാണ്. ഇറ്റ് ഈസ് ഓൺലി ത്രൂ കോർഡിനേഷൻ വി ക്യാൻ ബ്രിങ് അബൌട്ട് യൂണിറ്റി. ഇൻ ഡൈവേഴ്സിറ്റി, അതിലൂടെ നമുക്ക് പ്രവർത്തനത്തിലൊരു ഏകത്വം കൊണ്ടുവരാൻ പറ്റും. ഇത്രയാണ് ഒരു കോർഡിനേഷൻ്റെ പ്രാധാന്യം. ഇനി അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് മാനേജ്മെൻറ്റ് ഇൻ ദി 21st സെഞ്ച്വറിയിലെ മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. എന്താണ് ഡൈനാമിക്കാണ്, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിലൂടെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷനിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഗ്ലോബലൈസേഷൻ ഹാസ് ബ്രോട്ട് എ ന്യൂ എക്കോണമി, ഒരു പുതിയ എക്കോണമി കൊണ്ടുവന്നു. ആൻഡ് ഇക്കോണമി ബേസ്ഡ് ഓൺ ഡിജിറ്റൽ റവല്യൂഷൻ വന്നു. ഡ്യൂ ടു ദി എനോർമസ് പ്രോഗ്രസ് ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി, ബിസിനസ് എൻവയോൺമെൻറ്റ് ഓഫ് ദ 21st സെഞ്ച്വറി ഈസ് ചേഞ്ച് റാപ്പിഡ്ലി. അങ്ങനെ ഒരുപാട് ടെക്നോളജീസൊക്കെ വന്നതോട് കൂടിയിട്ട് ബിസിനസ് എൻവയോൺമെൻറ്റിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. ദ ഹോൾ വേൾഡ് ഈസ് എ ഗ്ലോബൽ വില്ലേജ്
Countries are exchanging technologies, goods and services with each other. Therefore, management is required to be globally efficient. Globally efficient and competitive by integrating activities and coordinating resources across national borders. National ബോർഡേഴ്സിലൂടെ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് റിസോഴ്സസുകളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യൽ ആവശ്യമാണ്. ടുഡേ ദി മോഡേൺ ഓർഗനൈസേഷൻ ഈസ് എ ഗ്ലോബൽ ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് ടു ബി മാനേജ്ഡ് ഇൻ എ ഗ്ലോബൽ പെർസ്പെക്റ്റീവ്. ഗ്ലോബൽ പെർസ്പെക്റ്റീവിലാണ് മാനേജ്മെൻറ്റ്, ഗ്ലോബൽ ഓർഗനൈസേഷൻ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ലെവലിൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മോഡേൺ ഓർഗനൈസേഷൻ കൂടിയാണ്. ഇതാണ് 21st സെഞ്ച്വറിയിലുള്ള മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നത്.